നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇപ്പൊ കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്നാണല്ലേ. എല്ലാവർക്കും തന്നെ അത് ഒരു ആഗ്രഹിക്കുന്നതെല്ലാം നേടിത്തരും എന്നുള്ളൊരു ചിന്തയാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ ചുമ്മാ അങ്ങനെ എല്ലാം ആഗ്രഹിച്ചാൽ കിട്ടുമോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒത്തിരി പേർക്ക് കിട്ടായികയുണ്ട്. അപ്പോൾ അവർ പറയും അതൊക്കെ ചുമ്മാ പറയുന്ന എന്നിങ്ങനെ പറയും അല്ലേ. ചിലർ പറയും അതൊക്കെ ചുമ്മാ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ആകാൻ പറ്റുമായിരിക്കും എന്ന്, അതൊന്നും നടക്കണ കാര്യമല്ല എന്നിങ്ങനെ പറയും. പക്ഷെ ഒന്ന് വിചാരിക്കണം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രപഞ്ച നിയമം ആണ്. അതായത് ഒരു അറിവാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് എന്ന് വെച്ചാൽ പല ശാസ്ത്രങ്ങളും ഉണ്ട്. അതിനകത്ത് ഒരു ശാസ്ത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് നമുക്ക് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ എല്ലാം ഒന്നും നമുക്ക് അറിയത്തില്ല അല്ലേ. ഒത്തിരി രഹസ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ പ്രപഞ്ചത്തെക്കുറിച്ച്. അതിനകത്ത് ഒരു രഹസ്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അതിനെ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത്. കാരണം ഇപ്പം എല്ലാവരും തന്നെ പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം നേടാനും ഒക്കെ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കും അല്ലേ. നമുക്ക് എളുപ്പം ചെയ്യാവുന്ന, നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മതി, 21 ദിവസം ആഗ്രഹിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു മാസം ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ അങ്ങനെയൊന്നും നടക്കണമെന്നൊന്നുമില്ല. ചുമ്മാ ഇരുന്ന് ആലോചിച്ചാലൊന്നും ഒരു കാര്യവും നടക്കില്ല ഇല്ലേ. അതിന് അതിൻ്റെതായ ഒരു പ്രയത്നമുണ്ട്. അതായത് പ്രപഞ്ചത്തിന്റെ അവസരങ്ങളും നമ്മുടെ പ്രയത്നവും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത്. ഓർത്തിരിക്കുക, പ്രപഞ്ചത്തിന്റെ അവസരങ്ങൾ, പ്രപഞ്ചത്തിൽ ഒത്തിരി അവസരങ്ങൾ വരും. നമ്മുടെ പ്രയത്നം അതും കൂടെ കൂടിച്ചേർന്നാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചുമ്മാ പ്രയത്നിക്കാതെ ഇരുന്നിട്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് എനിക്കൊരു ജോലി വേണം, അത് എനിക്ക് നടക്കും. അത് ഈ പ്രപഞ്ചം എൻ്റെ മുമ്പിൽ പലത് കാണിച്ചു തരും. ഒന്നെങ്കിൽ പത്രത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ എനിക്ക് പറ്റിയ ഒരു വിദ്യാഭ്യാസം, എനിക്കൊരു ജോലി ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് ഞാനിങ്ങനെ ഒരാളോട് ഞാനിങ്ങനെ പ്രയത്നിക്കുകയാണ്, എനിക്കൊരു ജോലി വേണം എന്നും പറഞ്ഞ് ഞാനിങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ പ്രപഞ്ചം എൻ്റെ മുമ്പിൽ കൊണ്ട കാണിച്ചു തരും. ഇന്ന ജോലി നിനക്ക് എന്ന് വേണമെങ്കിൽ നീ വാങ്ങിക്കോ അല്ലെങ്കിൽ മേടിച്ചോ എന്നുള്ള രീതിയിൽ കൊണ്ട കാണിക്കും. അത് ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അതിൽ ഇന്റർവ്യൂവിൽ പോയി ഞാൻ പാസ്സായി ഞാൻ ആ ജോലി മേടിക്കുകയാണെങ്കിൽ അവിടെ ലോ ഓഫ് അട്രാക്ഷൻ നടന്നു. എനിക്കൊരു 10,000 രൂപ ആവശ്യമുണ്ട് 10 ദിവസം കഴിയുമ്പോൾ. ഞാനപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു, ഞാനിങ്ങനെ കുറച്ച് പേരോട് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് പൈസ തരുകയാണെങ്കിൽ, അതായത് ഞാൻ ചോദിക്കുമ്പം ആരെങ്കിലും എന്നെ സഹായിക്കുകയാണെങ്കിൽ അവിടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് കിട്ടി. ഞാൻ ഇത്ര ദിവസം കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ. പിന്നെ ഇതും കൂടെ ആലോചിക്കാം, എനിക്ക് 20 ദിവസം കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടി നമുക്ക് മറിച്ച് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ഇവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. അല്ലാതെ നമുക്ക് സാധിക്കില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സാധിച്ചില്ല എന്നും പറഞ്ഞ് പ്രപഞ്ച നിയമം തെറ്റ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു അറിവാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു സയൻസാണ്. അതാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നും അദൃശ്യമായ ഒരു ശക്തികളും അതിനകത്തില്ല. അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇനി വേറൊരു കാര്യമാണ്, നമുക്കൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് വീട് വെക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണം. നമ്മുടെ കയ്യിൽ ആദ്യം പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കണം, നമ്മൾ സ്ഥലം മേടിക്കാൻ ശ്രമിക്കണം. അത് നമുക്ക് പറ്റിയ സ്ഥലമാണോ എന്ന് നോക്കി അവിടെ അതിന് വീട് പണിയാനുള്ള ഓരോ സാമഗ്രികളായിട്ട് ഉണ്ടാക്കണം. ആദ്യം വേണ്ട നമ്മൾ പൈസ ഉണ്ടാക്കാൻ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീട് പണി നടക്കുകയുള്ളൂ അല്ലേ. അല്ലാതെ എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു 60 ദിവസം ഞാൻ ലോ ഓഫ് അട്രാക്ഷനില്ല, എനിക്ക് വീട് കൊണ്ടുതരും, വീട് കിട്ടും പണിയാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഒരു നിയമമൊന്നും ലോകത്തൊരിടത്തും ഇല്ല. നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം. നമ്മൾ അനങ്ങാതിരുന്നിട്ട് ഇത് ആഗ്രഹിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. ചില ലോ ഓഫ് അട്രാക്ഷൻ നടക്കില്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, എനിക്കൊന്നും സാധിച്ചില്ല എന്ന് പറയുന്ന വ്യക്തികൾ എങ്ങനെയുള്ളതായിരിക്കും എന്നറിയാവോ? മടിയന്മാരായിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കഴിവില്ലാത്ത വ്യക്തികളായിരിക്കും. മടിയന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്നിടത്ത് ഇരിക്കാനേ അവർക്കുള്ളൂ, ഒരു പണിയും ചെയ്യാതെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഇല്ലാന്ന്. ഈ ലോകത്തിൽ നമുക്ക് ഇഷ്ടം പോലെ ജോബുകളും ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ വേക്കൻസി അവിടെ ഇവിടെ എല്ലാ ജോബിന്റെ വേക്കൻസികളും ഉണ്ട്. നമ്മൾ അന്വേഷിക്കാതെ ഇരുന്നിട്ട് നമ്മൾ പലരും പറയണം എനിക്ക് പൈസ ഇല്ല, എൻ്റെ കയ്യിൽ അങ്ങനെയില്ല, നമ്മൾ പ്രയത്നിക്കാൻ റെഡിയല്ല. നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റില്ല, എന്ത് ബിസിനസ് വേണേലും ചെയ്യാൻ പറ്റില്ല.
നമ്മൾ അനങ്ങാതിരുന്നിട്ട് മടിയന്മാരായിട്ടിരുന്ന ഏതെങ്കിലും ചാനലുകൾ റിമോട്ട് കൈപ്പിടിച്ച് മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരുന്നോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കയറി ഇരുന്നുകൊണ്ടോ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ ആ സമയത്ത് പ്രയത്നിക്കുക. അപ്പം നമുക്ക് നമ്മളിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിച്ചു തുടങ്ങും. നമ്മളിലേക്ക് അപ്പോൾ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് പണങ്ങൾ എത്താൻ തുടങ്ങും. എന്ത് പണി ചെയ്താലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഇല്ലേ? നമുക്ക് ജീവിക്കാനുള്ള പൈസ ഒരു മാസം ഒരു എന്നാ പറയുക, നമുക്ക് കൂടി വന്നാൽ ചിലവ് ഒരു 2000 രൂപയെ കൂടുതലൊന്നും ഒരു വീട്ടു ചിലവിലേക്കൊന്നും വരില്ല. അതുപോലെ ചിലവാക്കിയാൽ മാത്രം 5000 രൂപയെ വരുള്ളൂ. ആഡംബരം ഒത്തിരി കൂട്ടുവാണെങ്കിൽ 10000 രൂപ. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് ആ പൈസയൊക്കെ 10000 രൂപയിൽ കടയിൽ പോയി നിന്നാൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇല്ലേ? മടി പിടിച്ചിരുന്നാൽ നമുക്കത് സാധിക്കുകയില്ല. അതിന് മടിയിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് അതിൻ്റെ അർഹതപ്പെട്ട ജോലിക്ക് നമ്മൾ ശ്രമിക്കാവുള്ളൂ. നമ്മളല്ലാണ്ട് അതിലും വലിയ ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ പറയും, അയ്യോ എനിക്ക് അത് ജോലിയൊന്നും കിട്ടിയില്ല, ഞാൻ വെറുതെ ആഗ്രഹിച്ചായി പോയി, എനിക്ക് കിട്ടിയില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സാഹചര്യം വെച്ചുള്ള ജോലികളായിരിക്കും നമുക്ക് മുമ്പിൽ അവസരങ്ങളായിട്ട് വരുന്നത്. ആ അവസരങ്ങളെ നമ്മളെ പിടിച്ചെടുക്കുക. നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ അവസരങ്ങൾ ഇഷ്ടംപോലെ പോകുന്നുണ്ടായിരിക്കാം. നമ്മൾ അന്വേഷിച്ച് അത് കണ്ടെത്തുവാൻ ശ്രമിക്കുക. അല്ലാതെ ആ അവസരങ്ങളെ നോക്കാതെ നമ്മൾ ഏതെങ്കിലും എന്താ പറയണേ കാര്യങ്ങളിൽ ചുമ്മാ സമയവും കളഞ്ഞ് നമ്മുടെ ജീവിതവും കളഞ്ഞ് ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ വാർദ്ധക്യത്തിലേക്കും നമ്മുടെ കഴിവില്ലായ്മ കൂടി കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളായി പോകുന്നു നമ്മൾ ചിന്തിക്കണം. അപ്പം നമുക്ക് ഒരു ദിവസം മുമ്പേ നമുക്ക് പറ്റുന്ന പണി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ചെറുപ്പമാണ് ഏറ്റവും നല്ല സമയം. ഒരു 45-50 വയസ്സിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന സർവ്വ പണികളും ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നേ ഉറപ്പായ കാര്യമാണ്. നമ്മൾ ആക്റ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അല്ലാണ്ട് ലോ ഓഫ് അട്രാക്ഷനും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം നേടിയെടുക്കാൻ പറ്റില്ല. ഇതൊരു സത്യമായ കാര്യമാണ്. നമ്മൾ എപ്പോഴും നമുക്ക് ജോലി ചെയ്യാൻ നമ്മൾ റെഡിയായിരിക്കണം. നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ജോലികൾ, ഇഷ്ടം പോലെ വേക്കൻസികൾ വരും. അതിനെ നമ്മൾ പിടിച്ചെടുക്കുക. നമുക്ക് കുറഞ്ഞ ശമ്പളമാണെങ്കിലും നമ്മൾ ആദ്യം കയറാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അന്വേഷിച്ച് വലിയ ശമ്പളം കിട്ടുമ്പോൾ അതിനകത്തേക്ക് മാറാൻ സാധിക്കും. ആദ്യം നമുക്ക് 5000 രൂപ കിട്ടില്ല, 5000 രൂപ കയറുക. അത് കഴിയുമ്പോൾ നമുക്ക് 10000-ന്റെ ഒരു ജോലി വന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് 15-ന്റെ വരുവാണെങ്കിൽ അതിലേക്ക് മാറാൻ ശ്രമിക്കുക. നമുക്ക് അതനുസരിച്ച് മാറാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇരുന്ന് നമ്മുടെ സമയം കളയാതിരിക്കുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും. നമ്മൾ ഈ വീട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സേഫ് സോണിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കാൻ അതൊരു സുഖം പിടിച്ചൊരു അവസ്ഥയാണ്. ഒന്നും അറിയണ്ടല്ലോ. മറ്റുള്ളവരുടെ കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരുടെ കഥകളും കേട്ട് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് നമുക്ക് ഇരിക്കുന്ന ഒരു സുഖമായ ഒരവസ്ഥയാണ്, അല്ലേ? ഒരു പണിയും ചെയ്യണ്ട. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്ത് നമ്മൾ പോയിട്ട്, അതും ലോ ഓഫ് അട്രാക്ഷനാണ്. ആ നമ്മളിലേക്ക് വരുന്ന ജോലികൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കി എടുക്കുക. അല്ലാണ്ട് ചുമ്മാ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, അല്ലേ? നമ്മൾ പറയും, നമ്മുടെ മുമ്പസ്തു കൊണ്ടുവന്ന് കുറേ സുഗന്ധമുള്ള വസ്തുക്കൾ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വണ്ടുകളും അല്ലെങ്കിൽ പൂക്കളാണെങ്കിൽ അതിലേക്ക് വണ്ടുകളും ഈച്ചകളും ഒക്കെ വന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ആ സമയത്ത് ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കളാണ് വെച്ചെങ്കിൽ അതിലേക്ക് വല്ലതും വരുമോ? ഇല്ല. അത് തന്നെയാണ് ഇതിനകത്ത് അവസ്ഥ. നമ്മൾ സുഗന്ധം പൂരിതമാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നമുക്കെല്ലാം തന്നിരിക്കും. അതല്ല, നമ്മൾ ദുർഗന്ധവും വമിച്ചുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ഉപകാരമില്ലാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് ഒന്നും വരില്ല. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. അപ്പം നമ്മളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചുക. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനെ ആദ്യം മനസ്സിൽ കാണുക. ഇന്ന വാഹനം എനിക്ക് വാങ്ങണം. രണ്ടാമത് ചിന്തിക്കുക, അതെങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് എന്താണ് ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കേണ്ടത്, എത്ര രൂപ ഉണ്ടാക്കാം, അത് ചിന്തിക്കുക. മൂന്നാമത്, അത് വാങ്ങാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതിന് ചിലപ്പോൾ ലോണായിരിക്കും. ലോണാണെങ്കിൽ എടുത്ത് അത് EMI അടയ്ക്കാനുള്ള പൈസ എനിക്ക് എല്ലാ മാസവും ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ആ വാഹനം വാങ്ങാൻ തീരുമാനിക്കുക. അപ്പം അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായി, അതായത് EMI ആയിട്ട് നമ്മൾ എന്നിട്ട് അത് കൃത്യമായിട്ട് അടച്ചു കൊടുത്ത് നമ്മൾ ആ വാഹനം സ്വന്തമാക്കുക. വീടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് ആലോചിക്കുക. അല്ലാണ്ട് ആലോചന കൊണ്ട് മാത്രം ഇരിക്കരുത്. നമ്മൾ അതിൻ്റെ കൂടെ പ്രവൃത്തിയും കൂടെ ചെയ്താൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്താൽ നമ്മൾ വിജയിക്കും. അല്ലാണ്ട് നമ്മുടെ ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഒന്നുമല്ല. നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ജോലി, നമുക്ക് ജീവിക്കാനുള്ള പൈസ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണില്ല എന്ന് മാത്രം. കാരണം നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചുള്ള ജോലികളാണ് ഉള്ളതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്ത് ഹൈ ലെവൽ ജോലിയുള്ളവരുണ്ട് ഈ നാട്ടിലല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിക്കുന്ന കുട്ടികളും ഇല്ലേ?
അതായത് എഞ്ചിനീയറിങ് കഴിഞ്ഞ് PG കഴിഞ്ഞ് അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രികളൊക്കെ കഴിഞ്ഞ ഒക്കെ പിള്ളേർക്ക് നല്ല നല്ല സാലറി ജോലിക്ക് കയറുന്ന പിള്ളേരും ഉണ്ടല്ലേ. ആ സമയത്ത് കുറഞ്ഞ സാലറിയിലുള്ള 10,000 രൂപ 15,000 20,000 രൂപ സാലറിക്ക് കയറുന്ന പിള്ളേരും ഉണ്ട് ഇല്ലേ. നമുക്കപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ വെച്ചാണ് നമ്മുടെ ഈ രാജ്യത്ത് ജോലികൾ ചെയ്യുന്നത്. നമ്മുടെ കഴിവിന്റെ വെച്ചുമാണ്. വിദ്യാഭ്യാസവും കഴിവും ഉണ്ടെങ്കിൽ നമുക്ക് കയറിപ്പോകാൻ പറ്റും. പല സ്ഥലത്തും നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള മേഖലകൾ ഉണ്ടായിരിക്കും. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എല്ലാ സ്ഥലത്തും കാണും. പക്ഷെ അതനുസരിച്ച് നമ്മൾ അവിടെ സാലറിയും കൂടുതലായിരിക്കും. ഓർത്തു നോക്കിയേ, ഈ ഖനികളിലൊക്കെ ജോലി ചെയ്യുന്ന എന്തോരം പേരുണ്ട്. ഈ പെട്രോളിയം കെമിക്കൽസ് ആൻഡ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന എന്തോരം പേരുണ്ട്. തീരെ വിദ്യാഭ്യാസം കുറഞ്ഞവർ പോലും നല്ല അവിടെ ടെസ്റ്റുകൾ എഴുതിയും ഒക്കെ കയറി പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നവരും ഉണ്ടല്ലേ. വെറും ഡ്രൈവർമാര് നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, വണ്ടി ഓടിക്കുന്ന എത്രയോ പയ്യന്മാർ നല്ല കാശുണ്ടാക്കുന്നുണ്ട്. നല്ല MBAയും ഒക്കെ കഴിഞ്ഞ പയ്യന്മാരും എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ വരുമ്പോൾ ഹെവി ലൈസൻസ് എടുത്തിട്ട് വലിയ ലോറികളുമായിട്ട് ദൂരദേശങ്ങളിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്ന പയ്യന്മാരും ഇല്ലേ. നമ്മൾ അപ്പം നമുക്ക് സാധിക്കും എന്ന് വിചാരിച്ചാൽ എല്ലാം സാധിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതൊരു പ്രപഞ്ച നിയമമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ ഒരറിവാണത്. നമുക്ക് പഠിക്കാനുള്ള ഒരു അറിവാണ്. പ്രപഞ്ചത്തിന് ഒത്തിരി രഹസ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണിത്. നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വിജയം നേടാൻ സാധിക്കും. അല്ലാതെ ഇതൊന്നും എനിക്ക് പറഞ്ഞേക്കുന്നതല്ല, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞേക്കണതാണ്, എനിക്കിതൊന്നും സാധിക്കില്ല, ഇതൊക്കെ ചുമ്മാ പറയുന്ന അങ്ങനെയൊന്നുമല്ല. ഈ നിയമം എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്താൽ നമ്മൾ വിജയിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇരിക്കുന്നത്. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി ഉണ്ട്. ഇഷ്ടം പോലെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വാരിക്കോരിയുണ്ട്. നമ്മൾ അറിയില്ലാത്തതുകൊണ്ടല്ലേ. നമ്മുടെ വിദ്യാഭ്യാസം വെച്ച് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിദ്യാഭ്യാസം നേടുക. നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലികളും ഉണ്ട്. ഉറപ്പായ കാര്യമല്ലേ. നമ്മളത് ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ എന്ന്. നമുക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ ജോലികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. നമ്മൾ അത് ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിദേശത്ത് ഇതിൽ ഇരട്ടി കിട്ടുമെന്നും പറഞ്ഞു പോകുന്നത്. ശരിയായിരിക്കാം, ഇരട്ടി കിട്ടും. പക്ഷെ നമ്മുടെ രാജ്യത്തും ഇത് തന്നെയുണ്ട്. നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. വിദേശത്ത് പോയാൽ മണിക്കൂറിനാണ് സാലറി, നല്ല സാലറിയും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള, സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാണ്ട് നമ്മൾ ഏത് സമയം കടമാണ്, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, നമ്മളെ ആരും സഹായിക്കാനില്ല, മറ്റുള്ളവർ സഹായിച്ചില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ വിഷമപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും നമ്മളെ സഹായിക്കാൻ വരില്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മുമ്പ് വരുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കുക. നമ്മൾ അർഹതപ്പെട്ടതാണോ എന്ന് നോക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തോ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ചാൽ നമുക്ക് ചിലപ്പം ഇതൊരു ലോ ഓഫ് അട്രാക്ഷനാണ്. ഒരാൾക്ക് എന്തെങ്കിലും ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും. 6 മാസത്തെ കോഴ്സാ അല്ലെങ്കിൽ 4 മാസത്തെ കോഴ്സാ എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മളൊരു 4 മാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ല സാലറി ഉള്ള ജോലിക്ക് കയറാൻ പറ്റുമെങ്കിൽ അങ്ങനെ കോഴ്സുകൾ നമ്മൾ പഠിക്കുക. എന്തെങ്കിലും നിസ്സാര കോഴ്സുകൾ മതിയായിരിക്കും. ചിലപ്പോൾ ഒരു 4 മാസത്തെ കോഴ്സായിരിക്കും, അത് പോയി പഠിക്കുക. പിന്നെ നമ്മൾ ഏതെങ്കിലും കുറെ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണം, നല്ലതാണ്. ഏതെങ്കിലുമൊക്കെ കുറെ കോഴ്സുകളൊക്കെ പഠിച്ചിരിക്കും. ഇങ്ങനെയുള്ള 6 മാസം 4 മാസം ഒക്കെയുള്ള കോഴ്സുകൾ പഠിച്ച് അതിന്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ നമുക്കുണ്ടെങ്കിൽ എന്ത് ജോലിക്കും വേണം നമുക്ക് കയറാൻ പാടില്ല. നല്ല സാലറിയുള്ളേ. നമ്മളത് ചിന്തിച്ചു നോക്കിയേ, നമുക്കത് കയറാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അനങ്ങാതെ ഇരിക്കുന്നതല്ല ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ഊർജ്ജസ്വലരായി മുന്നോട്ട് വന്ന് നമ്മുടെ പ്രവൃത്തികൾ ചെയ്തിട്ട് നമ്മൾ വിജയം നേടിയെടുക്കുന്നതാണ്. പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, ഇല്ലേ? എന്ത് ചെയ്താൽ മാറ്റം വരില്ല. പ്രപഞ്ചത്തിന്റെ നിയമം പാലിച്ചുകൊണ്ടിരിക്കും. നമ്മളാണ് നമ്മുടെ നിയമം പാലിക്കാതിരിക്കണേ. നമ്മൾ ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ.